Yes, Samilu. Good afternoon. Jessica, good afternoon. Good afternoon, sir. Okay, Divya, good afternoon. Sanira, good afternoon. Okay, Fatima, Alicia, Simi Varghese, Manu. Okay, Mal, Anju. Okay, Lechu. Good afternoon, sir. Okay, good afternoon, Sujina. Okay, Alona. Ajita, Nandana. Okay, let us start. Yes, let us start. Okay, Shijila. Okay. അപ്പൊ ഇന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാവ് വെച്ചിട്ടുള്ള ഓക്കെ ലച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാവ് വെച്ചിട്ടുള്ള 10 ഓക്കെ അനീഷ വാചകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്ക് ടെൻസ് അടുത്തുള്ള ടെൻസ് നോക്കിയതിനു ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് 3 ടെൻസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ 3 ടെൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു, അടുത്തത് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു, അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരുന്നു. ഈ 3 ടെൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയുന്നത് 4ാമത്തെ ഒരു ടെൻസിന്റെ ഫോമിനെ കുറിച്ചാണ്. ആ ടെൻസിന്റെ ഫോമാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ദാറ്റ് ടെൻസ് ഈസ് കോൾഡ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ആക്ച്വലി ഗോയിങ് ഓൺ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണോ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസ് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ഗോയിങ് ഓൺ നൗ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞു പോയതല്ല, സ്ഥിരം സംഭവിക്കുന്നതല്ല, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതല്ല, മറിച്ച് അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ വരുന്നത് കാണുകയാണ്, അപ്പൊ നമുക്ക് പറയാം അവൻ വരികയാകുന്നു. യെസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഓർത്തിരിക്കാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. അപ്പോ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച 3 എണ്ണത്തിനെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ്. സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് അതിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇത്രയുമാണ് നമ്മൾ നോക്കിയത്. ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ അത്. ആം, ഈസ്, ആർ അതിലേതെങ്കിലും ഒന്ന്. ഇപ്പൊ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ അതിലേതെങ്കിലും ഒന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വി പ്ലസ് ing. വി മീൻസ് വെർബ്, വെർബ് പ്ലസ് ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ടെൻസുകൾ എല്ലാത്തിലും ലാസ്റ്റ് ing ഉണ്ടാവും. അതിപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും എല്ലാത്തിലും ing ഉണ്ടാവും. അപ്പൊ കണ്ടിന്യൂവസ് എന്ന് പറയുന്നത് കൂടെ എല്ലാത്തിന്റെയും കൂടെ ing എന്ന് പറയുന്ന ഫോമിൽ വരും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വി മീൻസ് വെർബ് പ്ലസ് ing. അതാണ് പ്രസന്റ്
കണ്ടിന്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വാചകങ്ങൾ പറയാം. ഐ എന്ന് വെച്ച സെന്റൻസ് നമ്മൾ പറയുന്നത് ഐയുടെ കൂടെ ആം അല്ല വരുള്ളൂ. ഐ ആം റീഡിങ് എ ബുക്ക്. ഐ ആം റീഡിങ് എ ബുക്ക്. അല്ലെങ്കിൽ ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. കറക്റ്റ് ആണ്. ഇനി നമുക്ക് സബ്ജക്റ്റ് ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഷീയുടെ കൂടെ എന്ത് വരും? ഈസ് വരും. ഷീ സബ്ജക്റ്റ് ആകുമ്പോൾ ഇത്. അപ്പൊ ഷീ ഈസ് ഡാൻസിങ്. ഷീ ഈസ് സ്റ്റഡിയിങ് ഗ്രാമർ. ഷീ ഈസ് വാച്ചിങ് TV. ഓക്കെ, ഇനി ഹി ആണെങ്കിലും അത് തന്നെയാണ്. ഹി ഈസ് ഹി ഈസ് വാക്കിംഗ്. ഓക്കെ റോഷിനി, ഹി ഈസ് വാക്കിംഗ്. ഓക്കെ, ഇനി നമ്മൾ സബ്ജക്റ്റ് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, ഹി ഈസ് റൈറ്റിംഗ്. ഓക്കെ ഓക്കെ റാഫി, യെസ്. അതായത് ദേ എന്ന് സബ്ജക്റ്റ് ആക്കിയാണ്. സബ്ജക്റ്റ് ദേ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഈസ് വരില്ല, ആം വരില്ല, ആർ വരും. ഓക്കെ സീൻ. അപ്പൊ എന്ത് വരും? ദേ ആർ പ്ലേയിങ്. ഓക്കെ ഫാത്തിമ, ദേ ആർ ടീച്ചിങ്. ദേ ആർ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ നിങ്ങൾക്കറിയാവുന്ന 2-3 എക്സാമ്പിൾസ്, ഒരെണ്ണം ഈസ് വെച്ചിട്ട്, ഒരെണ്ണം ആം വെച്ചിട്ട്, ഒരെണ്ണം ആർ വെച്ചിട്ട് പറയാം. എഴുതിയാലും മതി. സബ്ജക്റ്റ് പ്ലസ് ദേ ആർ കമ്മിങ്. Muhammad Rafi, correct. They are working. Afna, Masjid, we are attending the online class. Okay, correct. Rogini, they are sleeping. They are playing. Jasila, they are listening. Sanira, she is going. Simi, correct. I am working. Alona, Aisha, she is singing. Nesija, they are dancing. Fatima, my son is watching TV. Okay. Sudhi again, he is playing. She is taking Roshini Krishnan. She is cooking. Alona Biju. He is playing football. Anisha. He is swimming. Jasira. They are traveling. Nandana. They are playing cricket. Afna. They are watching TV. Shijina. They are playing games. Alona Biju. Okay. Ella correct. Correct. Okay. Appo idu orthirikenda karyam idu matram. She is writing. I am writing. Divya. Okay. She is writing. I am writing. Okay. അപ്പൊ ആം വെച്ചും എന്നോടൊപ്പം തന്നെ ഈസും വെച്ചും പറയും. Okay. അനീഷ പറയുന്നു I am watching online class. Okay. അനീഷ ഷാജി, yes, correct ആണ് പറഞ്ഞത്. Okay. I am cooking my favorite food. What is it? He is waiting for his result. Okay. I am eating food. Okay, Shijina, very good. I am eating food. Yes. Jasila പറയുന്നു I am studying. Okay, Jasila. Yes. Okay. അപ്പൊ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കറക്റ്റ് ആണ്. സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതി, ആ വെർബിന്റെ കൂടെ ing ചേർത്ത് കഴിയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആയി. അപ്പൊ നമുക്ക് പറയാം പ്രസന്റ് കണ്ടിന്യൂസിന്റെ മീനിങ് എന്താണ്? ഹി ഈസ് കമ്മിങ്, അവൻ വരികയാകുന്നു. ഷീ ഈസ് ഡാൻസിങ്, അവൾ നൃത്തം ചെയ്യുകയാകുന്നു. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാകുന്നു. ഐ റൈറ്റ് എന്നാണെങ്കിൽ ഞാൻ എഴുതാറുണ്ടെന്നാണ്. ഐ ആം റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുകയാകുന്നു. ഓക്കെ, ആ അർത്ഥമാണ്. ഓക്കെ സൗമ്യ, കറക്റ്റ്. ഹാപ്പനിങ് അറ്റ് പ്രസന്റ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ അറ്റ് പ്രസന്റ്? ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആ സംഭവമാണ് പ്രസന്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. യെസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഗതി കൂടി ഉണ്ട്. പെട്ടെന്ന് നടക്കാനുള്ള സംഭവം, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഓക്കെ, അത് റയർ കേസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് മനസ്സിലാക്കിയതാൽ മതി. പ്രസന്റ് കണ്ടിന്യൂസ് മീൻസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ അറ്റ് പ്രസന്റ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ വാചകങ്ങളുടെ നെഗറ്റീവ് വാചകങ്ങൾ വേണം. നെഗറ്റീവ് വാചകങ്ങൾ. അവന് വരികയാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവന് വരികയാകുന്നില്ല എന്നാണെങ്കിൽ എന്ത് വരും? ഞാൻ എഴുതുകയാകുന്നില്ല എന്നാണെങ്കിൽ എന്ത് വരും? എൻ്റെ മകൻ TV കാണുകയാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? അറ്റ് പ്രസന്റ് ചെയ്യാത്തൊരു കാര്യം. ഓക്കെ, അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. നേരത്തെ പറഞ്ഞ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ടും കൂടി ചേർത്താൽ മതി. ഓക്കെ. ദിവ്യ കറക്റ്റ് ആണ്. രോഹിണി കറക്റ്റ് ആണ്. മുഹമ്മദ് കറക്റ്റ് ആണ്.
ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം എന്തുകൂടി ചേർത്താൽ മതി? ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ടും പറഞ്ഞു. ഓക്കെ, ശ്രുതി കറക്റ്റ് ആണ്, സിമി കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അഫ്നാൻ കറക്റ്റ് ആണ്, ഷിജിന കറക്റ്റ് ആണ്, സ്നേഹ കറക്റ്റ് ആണ്, സൗമ്യ കറക്റ്റ് ആണ്. യെസ്, സൗമ്യ കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് പറയാം, തന്നിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാചകത്തെ അതൊരു നെഗറ്റീവ് ടൈപ്പ് വാചകമാക്കണമെങ്കിൽ തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ കഴിഞ്ഞിട്ട് ഒരു നോട്ട് പിടിച്ചാൽ അത് നമുക്കൊന്നുണ്ട്. എക്സാമ്പിൾ പറയാം. ഐ ആം നോട്ട് ടീച്ചിങ്, ഐ ആം നോട്ട് സ്ലീപ്പിംഗ്. ഓക്കെ ഓക്കെ. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. അതപ്പോ ഒരു പാസീവ് വോയിസ് ആയിട്ടുണ്ട് സ്നേഹ, ING വന്നിട്ടില്ല. ഓക്കെ, അത് കറക്റ്റ് ആണ് സ്നേഹ. അത് ഐ ആം നോട്ട് സിറ്റിംഗ്, ഹി ഈസ് നോട്ട് ഫണ്ണി. ഓക്കെ ഓക്കെ ഓക്കെ. വി ആർ നോട്ട് പ്ലാനിങ് എ ട്രിപ്പ്. ഐ ആം നോട്ട് പ്ലേയിങ്. അനീഷ, ഐ ആം നോട്ട് സിംഗിങ്. അഫ്നാൻ, ഐ ആം നോട്ട് വെൽ. സനീറ, അത് കറക്റ്റാണ് സെന്റൻസ്. പക്ഷെ നമുക്ക് ING വരുന്ന ഒരു വാചകം പറഞ്ഞോളൂ. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ആവും. ദേ ആർ നോട്ട് പ്ലേയിങ്, അതിന് കറക്റ്റ് ആണ്. ജസീല പറയുന്നു ഐ ആം നോട്ട് സ്റ്റഡിങ്. പറ്റുന്ന ജസീല പഠിക്കണം. യെസ്, ഹി ഈസ് നോട്ട് ലിസണിങ്, അവൻ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നത്. ദേ ആർ നോട്ട് ടോക്കിംഗ്. നന്ദന, ഐ ആം നോട്ട് ജോക്കിംഗ്. ഓക്കെ. സുൽഫത്ത്, ഓക്കെ. തന്നിരിക്കുന്ന വാചകത്തിന്റെ മുന്നിൽ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്. ദേ ആർ നോട്ട് വാച്ചിങ് TV. ഷൈജി, ഹി ഈസ് നോട്ട് ഗോയിങ് ദയർ അലോന. കറക്റ്റ്. They are not coming. Roshini Krishnan. Okay, 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 okay. Correct. Correct. They are not smoking. Okay. Afnan, they are not smoking. Yes. Okay. They are not playing cricket. Okay, Jasila, I am not going to the school. Lechu Shaji. Correct. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. അപ്പൊ രണ്ട് ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പോസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങൾ എങ്ങനെ എഴുതുന്നത് നോക്കി, പ്രസന്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങൾ നോക്കി. ഇനി നമുക്ക് വേണ്ടത് ഈ പോസിറ്റീവ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ. ആ ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വാചകത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് ഒന്നുകിൽ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ഇത് മൂന്നെണ്ണത്തിൽ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ സെന്റൻസിന്റെ ആദ്യം പറഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുന്നു. ആർ യു വാച്ചിങ്? ആർ യു റെഡി? ഓക്കെ അഞ്ജു, ആർ യു റെഡി? അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് പറയാൻ പറ്റില്ല, കാരണം അത് സിമ്പിൾ പ്രസന്റ് ആവും. കാരണം ING വന്നിട്ടില്ല. പ്രസന്റ് കണ്ടിന്യൂസ് അത് കറക്റ്റ് ആയിട്ട് സെന്റൻസ്. ആർ യു റെഡി ഇസ് എ മീനിങ്ഫുൾ സെന്റൻസ്. ഓക്കെ. ആർ യു സ്റ്റഡിയിങ് നൗ? ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ്. ആർ യു സ്റ്റഡിയിങ് നൗ? സൗമ്യ കറക്റ്റ് ആണ്. ആം ഐ ഹർട്ടിങ് യു? ഓ നോ. സുൽഫത്ത്, യു ആർ നോട്ട് ഹർട്ടിങ് എനിബഡി. രോഹിണി പറയുന്നു ആം ഐ സ്റ്റാർട്ടിങ്? എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നേ. ഈസ് ഷീ പെയിന്റിങ് എ പിക്ചർ? ഓക്കെ. ഫാത്തിമ പറയുന്നു ആർ യു ഗോയിങ് ടു സ്കൂൾ? ജസീല പറയുന്നു ആർ യു വാച്ചിങ് TV? ദിവ്യ പറയുന്നു ആർ യു ഈറ്റിംഗ്? ശ്രുതി പറയുന്നു ആർ യു വാച്ചിങ് TV? ലൈജു പറയുന്നു ആർ യു ഗോയിങ് ടു സ്റ്റഡി? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ആ വാചകത്തിന്റെ തൊട്ടു മുന്നിൽ എന്ത് ചേർത്ത് കഴിഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന വാചകത്തിന്റെ ആ ഓക്സിലറി വെർബ് എടുത്ത് ആദ്യം ഈസ് ഇറ്റ് റെയിനിങ്? ഓക്കെ, നല്ല സെന്റൻസ് കിട്ടുക. മഴ പെയ്യുകയാകുന്നു. ഈസ് ഇറ്റ് റെയിനിങ്? ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുന്നു. അത് ഇന്ററോഗേറ്റ് ചെയ്യാൻ ഈസ് ഇറ്റ് റെയിനിങ്. ആം ഐ ട്രസ്റ്റിംഗ് യു? ഓക്കെ, വെരി ഗുഡ്. ഈസ് ഷീ സ്റ്റഡിയിങ്? ഓക്കെ ദിവ്യ. ഓക്കെ സ്നേഹ, ശരിയാണ്. ഓക്കെ. നന്ദന പറയുന്നു ആർ യു ടോക്കിംഗ് ടു മീ? അഫ്നാൻ പറയുന്നു ആർ യു എൻജോയിങ്? അനീഷ പറയുന്നു ആർ യു പ്ലേയിങ് ഫുട്ബോൾ? ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ നിങ്ങൾ എഴുതിയതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആ ടെൻസിന്റെ പഠനം ഞാൻ ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞത് ഒരു ടെൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു ടെൻസിന്റെ പേരാണ് ഈസ് ഹി റീഡിങ്? ഓക്കെ അലോന കറക്റ്റ് ആണ്. കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇല്ല, കാരണം അത് ചോദ്യമായിട്ട് മാറുകയാണ്. അപ്പൊ മേക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക് ആൾസോ.
അഫ്നാനും പറയുന്നു ആർ യു കമ്മിങ്? ഓക്കെ ഓക്കെ യെസ്, കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പോ ഇന്ന് നമ്മൾ നോക്കിയത് പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. ആ പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ടെൻസില് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING ആണ്. അതാണ് പ്രസന്റ് കണ്ടിന്യൂവസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ 4 ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആ 4 ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ആൻഡ് ഇപ്പൊ നമ്മൾ പറയുന്ന പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഹസീന പറയുന്നു ആർ യു വർക്കിംഗ്? നിങ്ങൾ ജോലി ചെയ്യുകയാവുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഹസീന 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 പോയ. അഞ്ജലി കേസ് ഓക്കെ സിമി ഓക്കെ വെരി ഗുഡ്. ആർ വി ലിസണിങ് ടു യു? ഓക്കെ, ഞാൻ ഒരാളെ വിളിച്ചതാണ്. അഞ്ജലി കേസ് ഓക്കെ. ആർ യു മാരീഡ്? ഓക്കെ യെസ് വെരി ഗുഡ്. ആർ യു മാരീഡ്, അത് ING വന്നിട്ടില്ല, പക്ഷെ ചോദ്യം കറക്റ്റ് ആണ്. അത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ആണ്. അത് നമുക്ക് പിന്നീട് അതും കൂടി നമുക്ക് നോക്കാം. ടെക്സ്റ്റ് കഴിയുമ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. ആം ഐ റൈറ്റിംഗ് ആൻ ഇമെയിൽ? ഓക്കെ, ഞാൻ വിളിച്ച ആൾക്കാർ ആരും വന്നിട്ടില്ല. ആരെങ്കിലും വന്ന് ധൈര്യസമേതം? യെസ്. ഓ, 45 പേര് ഇവിടെ ഇരിപ്പുണ്ടായിട്ട് ഒരാൾക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ലച്ചു വരും. ഓക്കെ ഓക്കെ ഓക്കെ, ലച്ചു ഷാജി. Yes, sir. ഓക്കെ, ഹൗ ആർ യു ലച്ചു? Fine, sir. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഡു യു ലൈക്ക് ഗാർഡനിങ്? No. No. Yes, yes. Can you cook Chinese food? No. Chinese. No. Noodles. No. Noodles. Noodles. You cook only noodles. Do you like hiking? Do Hiking you is hiking എന്ന് പറഞ്ഞാൽ കാൽനട യാത്ര. Do you like hiking? and bike, car? Okay, 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 okay. Very good, very good. What is your favorite song? Or which is your favorite song? Tamil song. Tamil song. You don't like Malayalam song? You like only Tamil song? Malayalam like, but Tamil movie full. Why did you like Tamil more? Tamil? Why did you like Tamil song more? ധാരാളമായിട്ട് തമിഴ് സോങ് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? Why? Please. Tamil actress good. Okay, okay. I thought that you are coming from Palakkad, so that is why you are enjoying Tamil language. That is why I asked such a question. Okay, okay, okay. Very good, very. Do you know how to ride a horse? Do you? Do you know to ride a horse? HORC. No, no. No, 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 no. Do you like photography? Yes. Okay. Which is your favorite fruit? Fruit. Mango. Mango. Yes. Very good, very good. Okay, okay, Lechu. Very good, very good, good. Okay, 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 okay. ഇനി who is next? അടുത്ത് വരുന്നത് ആരാണ്? Sir, Okay, Sudhi. How are you, Sudhi? I'm fine. Very good, very good. Sudhi, let me ask you one question. Do you like astronomy? Astronomy എന്ന് പറഞ്ഞാൽ നക്ഷത്രശാസ്ത്രം നമ്മൾ പറയില്ലേ? Do you like, അല്ലെങ്കിൽ do you believe astrology? Yes. Yes. Why did you believe? What is the reason? Astrology വിശ്വസിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? എന്തെങ്കിലും റീസൺ ഉണ്ടോ സുധി? ഈ പറഞ്ഞ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, അപ്പോ അതിന്റെ കാരണം എന്താണ്? എനി എക്സ്പീരിയൻസ്? Experience? No. No, My but you parents believe are it. doing this, so
Okay. Personal experience in astrology. Okay, Soumya. Yes. Okay. Astrology. Sudhi, let me ask you one more question. What is your favorite cuisine? What is your favorite cuisine? Cuisine എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാചക രീതികളാണ്. എങ്ങനെ നമ്മളിപ്പോ ഇന്ത്യൻ ഉണ്ടാവാം, ചൈനീസ് ഉണ്ടാവാം, കോണ്ടിനെന്റൽ ഉണ്ടാവാം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ പാചക രീതികളാണ് ക്യൂസിൻ എന്ന് പറയാം. അപ്പൊ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ക്യൂസിൻ? Indian. Indian. Okay. Do you like camping? Yes. Yes. Have you attended NCC camping? No. Oh, no. Okay. Very good. What is your favorite flower? What is your favorite flower? Yes. Jasmine. Jasmine is your favorite flower. Okay. Do you like playing video games? No. No. I'm not interested. You are not interested. Very good. Then one more question. What is your favorite subject? What was your favorite subject when you were studying in the 10th standard? Maths. Okay. Did you get a full A+ in maths? No. No. Yes. Okay. Do you remember the maths teacher that taught you maths at standard 10? No. No. But you like the subject mathematics very well. So those who like mathematics is a genius. Maths ഇഷ്ടപ്പെടുന്നവർ വളരെ ബുദ്ധിമാന്മാരെന്നാണ് പറയുന്നത്. Yes, ആർട്സ് സബ്ജക്റ്റുകളേക്കാൾ കൂടുതലായിട്ട് മാത്സ് ഇഷ്ടപ്പെടുന്നവർ മാത്സ് ചെയ്യുന്നുണ്ട്. Yes, okay. Then after SSLC, did you take maths in +2? Yes, accountancy ആയിരുന്നു. അക്കൗണ്ടൻസി ആയിരുന്നു. അപ്പൊ മാത്സ് തന്നെ വേറൊരു രീതിയിലോട്ട് മാറിയത് മാത്രമേ ഉള്ളൂ. Okay. Very good. Okay. Yes. അപ്പൊ ഓക്കെ ശ്രുതി, വെരി ഗുഡ്. ഓക്കെ, എല്ലാ ചോദ്യങ്ങൾക്കും ശ്രുതിയുടെ ഇഷ്ടമായ വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ഒരാൾ വന്നേ. Okay, Fatima. How are you, Fatima? I'm fine, sir. Sir, what about you? Very good. Oh, I am also very fine. Very fine. Okay. ഞാൻ നേരത്തെ ശ്രുതിയോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കുന്നത്. What was your favorite subject when you were the standard 10? Of course, maths and biology. Who was your favorite teacher? My maths teacher and my chemistry miss, Tessie miss, and my maths teacher is Shaida miss. Shaida miss. So that both of them were your favorite teacher. Okay. Name the teacher whom you dislike most. Name the teacher. Yes, sir. Yes. One named Raji teacher. Yes. She is comparing students and have different opinion for different students. Not treating everyone equally. That's why I dislike her. Okay. Very good. Reason അല്ലേ? Okay. Yes. പറയുന്ന കാര്യം ടീച്ചർമാർക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ അത് കമ്പാരിസൺ വരുന്നു. ഓക്കെ. ഈക്വൽ ആയിട്ട് എല്ലാവരും കാണാനായിട്ട് ചിലപ്പോൾ പറ്റിയത് വരില്ല അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് വന്നത്. ഓക്കെ. Yes. Suppose that Fatima, you become a teacher. Suppose. Yes. To whom you will follow? Of course, teacher. She have good teaching skills. The method of teaching and her presentation is always good. I love her because of her presentation skills. It's really it's still stuck in my mind. Her classes, her lessons, and everything. Very good. I mean, in your mind, you have a role model. Okay? Yeah. Yes.
name of the teacher is? Chessy teacher. She's my Chessy teacher. chemistry miss from 8th standard to 10th standard. Okay. Very good, very. What was your subject when you studied after SSLC? Science, biology, science, sir. Biology, science. Okay, but you like chemistry also. Very good, very Yeah. good, very good. Okay. Can you do any magic? No, sir. I don't know. No, you don't know. Do you like fishing? Not fishing. I like to culturing fish. I like aquariums, fish ponds. Okay. Such So, growing what is your favorite musical instrument? instrument. I like pianos, violins. Okay. Not Okay. very much know about it, but I like Okay. music and musical instruments. Sometimes when you have musical concert, sometimes we will feel about an instrument. So, okay, piano, very good. Do you practice yoga? No, sir. I am doing exercise, not yoga. Not yoga. Do you like reading comics? COMICS. Comics. Comic. At my childhood, I like to read some books, but now I enjoy comedy movies, not Yes. reading comics. Not. What is your favorite ice cream flavor? Tender coconut ice creams. Okay. Yes. Very good. Do you like watching documentary? No, sir. I like to watch TVs, web series. Not much Okay. interested in documentaries. Okay. Fatima, what is your aim in your life? What is your dream in your life? I want to step into a new career and become financially independent. I want to Yes. give a good education to my child. Okay. That's all. To take care of my family. So, Okay. When you are in the high school student, you have a dream or you have an aim. What was that? Even now, I want to become a doctor. when you are in the high school level, you want to become a doctor. Now Yes, you sir. want to secure a job. So Yeah. when you was in +2 student, when Yeah. you were +2 student, what was your aim? Still MBBS, sir. I went for entrance coaching at that time. Yes. After the exams, I realized that it is very difficult. I am slightly hemophobic, so I Yes. can't handle blood. So that's why I moved to botany. Yes. Okay. Very good. Okay, Fatima. അപ്പോൾ ഫാത്തിമ സംസാരിച്ചത് മിക്കവരും കേട്ട് കാണുമല്ലോ. ഓക്കെ, ഇതുപോലെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ഓക്കെ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കണം. ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ അതിന്റെ ഉത്തരം പറയുന്നത് സൂചിപ്പിക്കുക. അപ്പോ അതുപോലെ ആയില്ലെങ്കിലും അതുപോലെ ആവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുമത്. ആദ്യം തന്നെ വേണ്ടത് പേടിയില്ലാതിരിക്കുക. ഇത് നമ്മുടെ ജോബ് സാറാണ്, അത് കുഴപ്പമൊന്നുമില്ല, പുള്ളി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വരുത്തുക. നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊന്നും ഞാൻ അടുത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളോട് ഞാൻ ചോദിക്കുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ വരിക. പിന്നെ വീട്ടിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികളോടൊക്കെ ഇടയ്ക്ക് 2-3 ഇംഗ്ലീഷൊക്കെ ഒന്ന് ചോദിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കും ആ വിഷയത്തോടൊക്കെ ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ വരും. അത് ആ വിഷയം അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ച് താല്പര്യം പറയാനുള്ള ഒരു കാരണമായിട്ട് വരും. ഓക്കെ. ഓക്കെ. അഫ്നാൻ പറയുന്നു പറയാൻ കഴിയില്ല, എല്ലാം മനസ്സിലാവും. ഓക്കെ അഫ്നാൻ, ശരിയാണത്, അതൊക്കെ മനസ്സിലാവും, സമ്മതിച്ചു, ഞാനൊക്കെ സമ്മതിച്ചു. ജസീലയും അതേ അഭിപ്രായം തന്നെയാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറയണ്ടേ? മുഹമ്മദ് റാഫിയും അത് തന്നെയാണ് പറയുന്നത്. നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് 2 വാക്കൊന്ന് പറയണ്ടേ, അല്ലേ സൗമ്യ? എന്നിട്ട് വേണം നമ്മൾ തന്നെ കഴിവുള്ളവരാണ് എല്ലാം, അതൊക്കെ ഒരു അവസരം കിട്ടണ്ടേ? ഒരു അവസരം കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് അങ്ങനെ കയറാനായിട്ട്? അപ്പൊ അതിനൊരു അവസരം കിട്ടും. ഓക്കെ അഫ്നാൻ, സൗമ്യ, വസന്ത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക്
നിങ്ങളത് ചിന്തിച്ചിട്ടാണ് പറ്റും. വളരെ രസകരമായിട്ട് വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു പ്രസംഗിക്കാൻ കഴിയാതെ ഇരുന്നൊരു പള്ളിയിൽ അച്ഛന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയാം. ഓക്കെ ജസീല, ഇതൊരു ഓക്കെ ഇതാണ്. അപ്പോ ഈ പള്ളികളില്, ഈ ക്രിസ്ത്യൻ പള്ളികളിലാണ് മെയിനായിട്ട് ഞായറാഴ്ചകളിൽ കുർബാന ഉണ്ടാകുമ്പോ അവന്റെ അതിൽ പ്രസംഗമുണ്ട്. അപ്പോ ആ പ്രസംഗിക്കാനായിട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയില്ല. എന്തെങ്കിലുമൊക്കെ അപ്പൊ മിക്കവരും പ്രസംഗം കഴിയാറാകുമ്പോ അങ്ങനെ ചെല്ലുള്ളൂ. അപ്പോ പ്രസംഗിക്കാനുള്ള കഴിവില്ലാത്ത ഒരു പുതിയതായിട്ട് വന്ന ഒരു പള്ളിയിലച്ഛൻ. അപ്പൊ അദ്ദേഹം ഒരു പള്ളിയിൽ ചാർജ് എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കാനായിട്ട് പറയുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അപ്പൊ തന്നെ തുടങ്ങി ടെൻഷൻ അടിക്കുന്നു. കാരണം പുള്ളിക്ക് പ്രസംഗിക്കാൻ വലിയ കഴിവില്ല. എങ്കിലും പുള്ളി എന്ത് ചെയ്യുന്നു? ഒരു പ്രസംഗം വളരെ മനോഹരമായിട്ട് എഴുതിയുണ്ടാക്കി അത് വായിച്ചു പഠിച്ചിട്ട് കണ്ണാടി മുന്നിൽ വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കി പല പ്രാവശ്യം. അപ്പൊ നല്ല കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പല പ്രാവശ്യം പുള്ളി ഇതിനെ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ഞായറാഴ്ച വന്നു, പുള്ളി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ആ ഫീൽഡിലേക്ക് വന്നു. അപ്പൊ പുള്ളി ഫസ്റ്റ് വാചകം പറഞ്ഞു. ഫസ്റ്റ് വാചകം ഇങ്ങനെയാണ്, ബിഹോൾഡ് ഐ ആം കമ്മിങ് എന്നാണ്. അത് ഒരു ബൈബിളിലുള്ള ഒരു കൊട്ടേഷനാണ്. ഞാനിതാ വരുന്നു എന്നുള്ള ഒരു കൊട്ടേഷനാണ് ബിഹോൾഡ് ഐ ആം കമ്മിങ്. അപ്പോ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടാണ് ആ പ്രസംഗം ആരംഭിക്കുന്നത് പുള്ളി എഴുതി വെച്ചിരുന്നത്. അപ്പൊ പുള്ളി അത് ഒരു പ്രാവശ്യം പറഞ്ഞു, ബിഹോൾഡ് ഐ ആം കമ്മിങ്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കിട്ടുന്നില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കൊക്കെ അറിയാലോ, നമ്മൾ പഠിച്ചു നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇത് പറഞ്ഞു നോക്കൂലേ. ഒരു പ്രാവശ്യം കൂടി പുള്ളി അത് പറഞ്ഞു, ബിഹോൾഡ് ഐ ആം കമ്മിങ്. എന്നിട്ടും ബാക്കി കിട്ടുന്നില്ല. അപ്പൊ തലേ ദിവസം ഇത് കണ്ണാടിയിൽ നോക്കി മനോഹരമായിട്ട് പറഞ്ഞതാണ്, പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ല. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പുള്ളി ബിഹോൾഡ് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞു. എന്നിട്ടും പുള്ളിക്ക് ബാക്കി കിട്ടുന്നില്ല. പള്ളിയിൽ ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരും ഈ വൈദികനെ ഇങ്ങനെ നോക്കുകയാണ്. പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ കയറി. പുള്ളിക്ക് തൊട്ടു മുന്നിൽ മൈക്കിരിപ്പുണ്ടായിരുന്നു. ആ മൈക്കിലൊന്ന് വട്ടം പിടിച്ച് പുള്ളി ഇങ്ങനെ കിട്ട് കുറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സ്റ്റേജ് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് പറയാൻ പറ്റാതെ എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കും. പുള്ളിക്കുമ്പോൾ ടെൻഷൻ അടിച്ചു. തല കറങ്ങുന്ന പോലെ തോന്നി. പുള്ളി തല കറങ്ങി താഴെ വീണു. തൊട്ടു മുന്നിൽ ഒരു ചേട്ടത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ ദേഹത്തേക്കാണ് വീണത്. അവരെ പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയി വന്നു. ഓക്കെ, അങ്ങനെ അന്ന് ആ പ്രസംഗമില്ലാണ്ട് ആ പരിപാടി അവസാനിച്ചു പോയി. വൈകുന്നേരമായപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര ചമ്മല് തോന്നി. കാരണം പാവത്തെ സ്ത്രീ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ ചെന്ന് കണ്ട് ഒരു മാപ്പ് പറയാം എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ഈ അച്ഛൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആ ചേട്ടത്തിയുടെ മക്കളൊക്കെ മുറിയിലുണ്ട്. പുള്ളി അവിടെ മാറി നിന്നു. മക്കളെല്ലാവരും പോയി കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടത്തി ഒരു അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കാരണമാണ് ചേട്ടത്തി ഈ കയ്യും കാലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുന്നത്, അപ്പോൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടത്തി പറഞ്ഞു, അച്ഛനല്ല കുറ്റക്കാരൻ, ഞാനാണ് കുറ്റക്കാരി. കാരണം എന്റെ അഹങ്കാരത്തിനാണ് എനിക്കിത് സംഭവിച്ചത്. കാരണം 3 പ്രാവശ്യം അച്ഛൻ പറഞ്ഞു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു. ഒരിക്കലും എന്റെ നേരെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 പ്രാവശ്യം പറഞ്ഞിട്ടും അവിടെ നിന്ന് ഞാൻ മാറിയില്ല. അപ്പൊ എന്റെ അഹങ്കാരത്തിനാണ് എനിക്കിത് കിട്ടിയത്. കഥ അവിടെ വെച്ച് അവസാനിച്ചു. ഇനി ഇതിന്റെ ബാക്കിയുണ്ട്. പിന്നീട് ഇതേ ആളെ പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോ വലിയ ഒരു ജനസമൂഹത്തെ നോക്കി പ്രസംഗിക്കുകയാണ്. അപ്പോ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇതേപോലുള്ള പ്രശ്നങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അധികാരത്തിൽ വന്ന ജർമ്മനിയുടെ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞില്ലേ, എനിക്ക് പറയാൻ പറ്റണില്ല എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹം കടൽ തീരത്ത് വന്നിട്ട് ചെറിയ കല്ലുകൾ വായിലിട്ട് കടലിനെ നോക്കി പ്രസംഗിക്കുമായിരുന്നു. കാരണം പിന്നീട് ജർമ്മൻ ജനതയെ അഭിസംബോധന ചെയ്യേണ്ട പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇല്ലാണ്ട് പറ്റില്ല എന്ന് പുള്ളിക്ക് തോന്നി. ചില ആളുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ രോമം വരെ എഴുന്നേറ്റ് നിൽക്കും, നമുക്ക് ഒരു ത്രില്ല് തോന്നും. യെസ്, കാരണം അങ്ങനെ പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവര് നേടിയെടുത്തത് ഒരു ദിവസം കൊണ്ടല്ല, എത്രയോ ദിവസങ്ങൾ പ്രാക്ടീസ് കൊണ്ടാണ്, അല്ലെ? മനോഹരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന
ഫുട്ബോൾ കളിക്കാരനെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ ഒരു കാര്യം വിചാരിക്കണം, എത്രയോ ദിവസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെയാണ്. പറയാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അവനും അവൾക്കും അതാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കുമായിക്കൂടാ എന്നൊന്ന് ചിന്തിക്കുക. They are also human beings. I am also a human being. അവരും ഒരു മനുഷ്യജീവിയാണ്, ഞാനും ഒരു മനുഷ്യജീവിയാണ്. അവർക്ക് അതാവാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ. ഒരുപക്ഷെ അവൾക്ക് 2 പ്രാവശ്യം വായിച്ചാൽ ഓക്കെയാണ്. Sir, let us see if both of them can say it together. Okay, let's. Yes. അപ്പോ നമ്മൾ പറയുന്നത് അവൾക്ക് 2 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും, ഞാൻ ചിലപ്പോൾ 5 പ്രാവശ്യം വായിക്കേണ്ടി വരും. ഇത്രയുള്ള വ്യത്യാസം. അത് സാധിക്കും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ പരിശ്രമിച്ചാൽ മതി. ഒരു ചാൻസ് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അറ്റംപ്റ്റ്, ഒരു ശ്രമം. ഓക്കെ, എവിടെയെങ്കിലും ഒക്കെ പറയാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കേട്ടാ. മുഹമ്മദ് റാഫി, അഫ്നാൻ, നിങ്ങൾ പറഞ്ഞു നോക്കുക. തെറ്റടങ്ങ് തെറ്റിക്കോട്ടെ, എന്ത് നോക്കാൻ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്ത് നോക്കാൻ. നിങ്ങൾ ആ ഒരു ലെവലിൽ ആ ചമ്മലെന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ മോചിതയാവും. ഞാനിപ്പോ ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു രസകരമാണ്. ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു പയ്യൻ ഓർമ്മയാണ്. വേറെ ആരും അല്ല, ഇപ്പോഴത്തെ സിനിമാ നടൻ സലിംകുമാറാണ്. അപ്പൊ അന്ന് പുള്ളി അവിടെ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി. പക്ഷെ അന്നും ഞാൻ സലിംകുമാറിനെ കണ്ടിട്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചമ്മല് എന്ന് പറഞ്ഞൊരു സംഗതി പുള്ളിക്കില്ലായിരുന്നില്ല. എല്ലാവരും അവിടെ ചിലപ്പോ മിസ്റ്റർ SNM കോളേജ് ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പുള്ളിയും വരും, ഒരു നിക്കറൊക്കെ ഇട്ട്, ഒരു വെല്ലിച്ചൊരു മനുഷ്യൻ. ചമ്മല് എന്ന് പറയുന്ന ഒരു സംഗതി പുള്ളിയിൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാത്തിലും ഇടപെടുന്നതുണ്ടാവും. അപ്പൊ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അതേ കോളേജില് സലിംകുമാർ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക്. യെസ്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ പല ആളുകളോടും ഈ നമ്മൾ പലതിൽ നിന്നും മാറി നിൽക്കണ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളങ്ങനെ മാറി നിൽക്കരുത്. മാറി നിന്നത് കൊണ്ട് പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോയ ചരിത്രം നിങ്ങൾക്ക് തന്നെ പറയാനുണ്ടാവില്ലേ. യെസ്. പിന്നെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അവസാന വണ്ടി പോവാറായിട്ട് വന്നു നിൽക്കുകയാണ്. ലാസ്റ്റ് ബസ്സിലേക്ക് നമുക്ക് കയറി പോകാനുള്ളതാണ്, അപ്പുറത്തൊന്ന് എത്താനുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഓക്കെ. വിജയ് കെ ജോർജ്, പറ്റും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറ്റും. നമ്മൾ ശ്രമിച്ചാൽ മതി. പിന്നെ നിങ്ങൾ അങ്ങനെ ശ്രമിക്കണ കാണുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഓക്കെ, അയാൾക്കത് അറിയാം. ആ അറിയാം എന്ന് തോന്നൂലേ, അതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ബാക്കിയൊരു സപ്പോർട്ട് ചെയ്യും. കുറച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലായിട്ട് ഒരു കാമ്പുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഓക്കെ, സംഗതി കുറച്ചൊക്കെ സംഗതിനെ കുറിച്ച് അറിയാവുന്ന ആൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയൊരു സപ്പോർട്ട് ചെയ്യും. ഓക്കെ അഫ്നാൻ, ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ ആരംഭിക്കുന്നു. ഒരവസരവും നമ്മൾ പാഴാക്കുന്നില്ല. നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങള് ഇപ്പൊ ഏതെങ്കിലും ഒരു നാട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ മീറ്റിംഗിൽ നിങ്ങളാണ് ഞാൻ പറഞ്ഞോളൂ, ഞാൻ 2 വാക്ക് പറയാം. യെസ്, അതൊരു എക്സ്പീരിയൻസ് ആണത്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കുന്നു. നിങ്ങളുടെ കുട്ടികളെയും അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യുക. നമുക്ക് അബദ്ധം പറ്റി ചെറിയ ക്ലാസ്സിൽ നമുക്ക് ഈ പേടിയും ടെൻഷനും വന്നു. നമ്മുടെ കുട്ടികൾ അങ്ങനെ ആക്കാതിരിക്കുക. അപ്പൊ അവരൊരു സ്റ്റേജിന്റെ ഫിയർ മാറ്റിക്കൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും അത് പിന്നെ അത് ലെവലായിക്കോളും. കാരണം ഇപ്പൊ ഒരു സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 4ാമത്തെ 5ാമത്തെ സ്റ്റെപ്പിന്റെ മുകളിൽ കയറ്റി നിർത്താം. എന്നിട്ട് അവിടെ നിന്ന് പറയാം നിങ്ങൾ മാതാപിതാക്കന്മാരൊക്കെ താഴെ കസരയിട്ടിരിക്കുന്നു. അപ്പോ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റേജിന്റെ ഫീൽ കിട്ടും. കാരണം ആ 4ാമത്തെ സ്റ്റെയർ എന്ന് പറയുമ്പോൾ തന്നെ 2.5 അടി ഉണ്ട്. പിന്നെ പയ്യന്റെ പൊക്കം അതൊരു 4 അടി. അപ്പൊ കണ്ണ് നിൽക്കുന്നത് 7 അടിയുടെ അടുത്താണ്. അപ്പൊ ആ ഒരു ഫീല് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ പ്രസംഗത്തിന്റെ പരിശീലനത്തിന് ഒക്കെ ആളുകൾ കൊടുക്കുന്ന പല ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിത് പറ്റിയത്. നമ്മുടെ കുട്ടികൾ നമുക്ക് അനുഭവിക്കാതിരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ആ ഭയത്തിൽ നിന്ന് അത് മാറ്റിയെടുക്കുക. അത് നിങ്ങൾക്ക് എന്താ ചെയ്യുക. അപ്പോ ഒരു പരിപാടി കയറി കഴിഞ്ഞാൽ വേറെ ആരെയും കൊണ്ടെങ്കിലും ഒരു സമ്മാനം ആ പയ്യന് കൊടുപ്പിക്കാം. മകനെ അവൻ മോശമാണ്, വേറെ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് അത് അവരുടെ ഉള്ളിലോട്ട് വരുന്ന വളരെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കുട്ടികളുടെ മനസ്സിലോട്ട്. ഞാൻ അന്ന് കയറിയിട്ട് എനിക്കൊരു സമ്മാനം കിട്ടി. അത് നമ്മൾ തന്നെ വേറെ ആളെ കൊണ്ട് കൊടുപ്പിച്ചതാണ്. അതൊന്നും നോക്കണ്ട. അത് ഇങ്ങനെ അങ്ങനെ പല പ്രാവശ്യമായി കഴിയുമ്പോൾ ആ ഫിയർ അങ്ങോട്ട് മാറും.
പിന്നെ അവന് അല്ലെങ്കിൽ അവൾക്കത് പെർഫോം ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് സംസാരിക്കാനായിട്ടുള്ള പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടാകും. നിങ്ങൾക്കൊക്കെ പറ്റും, എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനും സാധിക്കും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഇതൊക്കെ തീരുമാനിക്കുക. ഈ നിമിഷം പോലെ ഞാൻ അങ്ങനെ തീരുമാനിച്ചു ഞാൻ ഉറപ്പിക്കുക. ഉറപ്പിച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ. ഞാൻ ഇടയ്ക്ക് നിങ്ങളിലേക്കും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ ഓക്കെ സാറേ, ഞാൻ മറ്റു ക്ലാസ്സിലൊക്കെ ഉണ്ടല്ലോ തലക്കിടിയാണ് സാറേ എന്നോട് ചോദിക്കും ഞാൻ 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 എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഞാൻ വിളിച്ചെത്തിക്കണം. ഫാത്തിമ മാത്രം, പിന്നെ ശ്രുതി, എന്നോട് തന്നെ ലച്ചു ഒക്കെ വന്നു. അപ്പൊ ഇനി അങ്ങനെ ആവരുത്. ഓക്കെ, ഒരു പ്രാവശ്യം നിങ്ങൾ വന്നാൽ പിന്നെ നിങ്ങൾ വരും. ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ടെൻസിനുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി എന്ന്, മറ്റു കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ടതില്ല. ഓക്കെ, യെസ്. അപ്പൊ ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്, വെരി ഈസി ടു ആൻസർ. വളരെ എളുപ്പമാണ് ഉത്തരം പറയാനായിട്ടുള്ള ആ ചോദ്യമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ആൻസർ വിത്ത് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ജി ആൻഡ് ആർ. ആദ്യത്തെ അക്ഷരം ജി എന്നായിരിക്കും, രണ്ടാമത്തെ അക്ഷരം ആർ എന്നായിരിക്കും. ജിയിലും ആറിലും ആരംഭിക്കുന്ന, ജിയിലും ആറിലും, ജി കഴിഞ്ഞിട്ട് ആറ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ്. ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം പോകുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ ഗ്രീൻ എന്ന് പറയില്ല, അപ്പൊ ജി ആർ ഇ ഇ എൻ, ഗ്രീൻ. ഓക്കെ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ലെറ്റർ ജി, സെക്കൻഡ് ലെറ്റർ ഈസ് ആർ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഉത്തരം പറയാനായിട്ട് ഞാൻ അവസരം തരികയാണ്. ആദ്യം പറയുന്ന ആളെയും എടുക്കാം, ആദ്യം എഴുതുന്ന രണ്ടുപേരെയും എടുക്കാം. ഇതൊരു മത്സരമായിട്ട് എടുക്കേണ്ട, ഒരു സൗഹൃദമായിട്ട് മാത്രം പരിഗണിച്ചാൽ മതി. ഓക്കെ, ലച്ചു ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ലെറ്റർ ഓക്കെ ലച്ചു. ഫസ്റ്റ് ലെറ്റർ ജി ആണ്, രണ്ടാമത്തെ ലെറ്റർ ആർ എന്നാണ്. ഉത്തരത്തിന്റെ, നിങ്ങൾ പറയുന്ന ഉത്തരത്തിന്റെ ആദ്യത്തെ ലെറ്റർ ജി എന്നായിരിക്കും, രണ്ടാമത്തെ അക്ഷരം ആർ എന്നായിരിക്കും. ബാക്കിയുള്ളത് നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ ആദ്യം ജി, രണ്ടാമത്തെ ലെറ്റർ ആർ, പിന്നെ ഇ ഇ എൻ. മനസ്സിലായില്ലേ? ജിയും ആറും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഗ്രൗണ്ട്. ഓക്കെ ഓക്കെ മുഹമ്മദ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, കറക്റ്റ്. ഓക്കെ 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 ഓക്കെ, വെരി സിമ്പിൾ കേട്ടോ. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: എ ബ്ലാക്ക് സ്റ്റിക്ക് inside a pencil. Graphite. അപ്പൊ സൗമ്യയാണ് പറഞ്ഞത്. സൗമ്യ കൊടുത്തത് കേട്ടാ. സൗമ്യയുണ്ട്, ലച്ചു ഉണ്ട്, ഫാത്തിമയുണ്ട്. സൗമ്യ, ലച്ചു, ഫാത്തിമ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലച്ചും ഫാത്തിമയും എഴുതിയതിൽ ആദ്യം വന്നത്, സൗമ്യ പറഞ്ഞതിൽ ആദ്യം എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ചിലപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോകും, കാരണം ചിലതൊക്കെ ചിലപ്പോ കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ലച്ചു അല്ലേ, ലൈജു ആണ്. ഓക്കെ ശരി, സോറി. ലൈജു. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ ദാറ്റ് ഈസ് കോൾഡ് ഗ്രാഫൈറ്റ്. വെരി ഗുഡ്. അടുത്തത് വെരി സിമ്പിൾ. യുവർ parents, apostrophes ഉണ്ട്. Your parents. Grandparents. Okay, Soumya, Fatima, Masihit. Soumya, Fatima, Masihit. Okay. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അലോന ബിജു പറഞ്ഞിട്ടുണ്ട്, പ്രിറ്റി പറഞ്ഞിട്ടുണ്ട്, പ്രീതി പറഞ്ഞിട്ടുണ്ട്, അപ്സര പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, യുവർ പാരന്റ്സ്, മാതാപിതാക്കന്മാരെ ദാറ്റ് ഈസ് ഗ്രാൻഡ്പാരന്റ്സ്. ഓക്കെ. അടുത്തത്, എ ബിൽഡിംഗ് വെയർ യു ഗ്രോ യുവർ പ്ലാന്റ്സ്. PLANTS. എന്താണ് പറഞ്ഞത് അലോന? റഹന പറഞ്ഞിട്ടുണ്ട്, ആദില പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രഹന, ആദില.
പിന്നെ അലോനയിൽ ആദ്യം പറഞ്ഞത്. ഓക്കെ, അത് ആൻസർ ഇതാണ്. ഗ്രീൻ ഹൗസ് ആണ് കറക്റ്റ്. കാരണം വെച്ചാല് നിങ്ങൾ ഈ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഒരു പച്ച ഷീറ്റ് കൊണ്ട് ചെറിയൊരു വീട് പോലെ റെഡിയാക്കി കാണാൻ പറ്റും. ഗ്രീൻ ഹൗസ് അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. എ ബിൽഡിംഗ് വെയർ യു ഗ്രോ യുവർ പ്ലാന്റ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ്. അപ്പൊ അതിൻ്റെ അകത്ത് അലോനക്കും പിന്നെ നേരത്തെ പറഞ്ഞ 2 പേർക്കും മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെരി സിമ്പിൾ. To cook food on a metal bar. Cook food on a metal bar. Grill. Okay, അപ്പൊ മസ്ജിദും സുൽഫത്തും. സുൽഫത്ത് ലച്ചു മസ്ജിദ്. ഓക്കെ, 2 പേര് 3 പേര് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഓക്കെ, ഇത് കഴിച്ചിട്ടുണ്ടാകും എന്ന് ഞാനൊരു വാക്ക് പറയാൻ പോകുമ്പോഴേക്കും ഗ്രില്ലുമായിട്ട് ആരും വന്നു, മസീദത്ത് വന്നു. ഓക്കെ, ടു കുക്ക് ഫുഡ്, ഭക്ഷണം റെഡിയാക്കുക. അവിടെ മെറ്റൽ ബാർ, ഒരു മെറ്റലിന്റെ ഇത് വെച്ചിട്ട് അതിന് മുകളിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ്. ഓക്കെ, യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്മോൾ ബോംബ്, എ സ്മോൾ ബോംബ്, ബോംബ് തന്നെ, ത്രോൺ ബൈ ഹാൻഡ്. ലൈജു ആൻഡ് മസ്ജിദ്. ഓക്കെ, സൗമ്യ. ലൈജു വേറെ അല്ലേ? ലൈജു അല്ലേ? ലൈജു ലൈറ്റ് 2 ലൈറ്റ് 1 ഉള്ളല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ലൈജു പിന്നെ ലൈജു മസ്ജിദ് എഴുതി കാണിച്ചിട്ടാണ്. ഒരാളുടെ പേര് ഞാൻ പറയുന്നത് ഓർത്തില്ല. യെസ്, ഒരാളുടെ നമ്പർ പോകുന്നുണ്ട്. യെസ്, അപ്പൊ നോക്കിയേ. A small bomb thrown by hand, that is called grenade. ഇനി ഞാനൊരു വാചകം പറയുന്നു. ആ വാചകത്തിന്റെ അർത്ഥം വരുന്ന വേറൊരു പോയിന്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ വാചകം ഇതാണ്: ടു ബിക്കം ബിഗർ, BIGGER. ടു ബിക്കം ഗ്രോ. സൗമ്യ കറക്റ്റ് ആണ്. ലൈജു രാജ് ആൻഡ് സുൽഫത്ത്. സൗമ്യ കറക്റ്റ് ആണ്. ലൈജു രാജ് ആൻഡ് സുൽഫത്ത്. നേരത്തെ മതി സുൽഫത്ത് ആയിരുന്നു. ഓക്കെ 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 ഓക്കെ, സുൽഫത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ മറ്റേത് ലച്ചു ആണ് അല്ലെ? ലച്ചുന് ലച്ചു അല്ല, ലൈജു. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതാണ് മാറിപ്പോയത്. ലച്ചും ലൈജും തമ്മിലാണ് മാറിപ്പോയത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ലൈജു ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ടു ബിക്കം ബിഗർ, വലുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരുക എന്നുള്ളതാണ്. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്, BRID. Groom. ഓക്കെ, അപ്പൊ അലോനെ സനീർക്കും കൊടുക്കാം, അൽഫിയക്കും കൊടുക്കാം, മസ്ജിദിനും കൊടുക്കാം. അലോന സൈറ Sanira. ഓക്കെ ഓക്കെ. സനീറ മസ്ഹില്. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നില്ല. യെസ്, ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. അൽഫിയ. യെസ്, ഓക്കെ 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 ഓക്കെ. അൽഫിയ. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പലപ്പോഴും നിങ്ങൾ തന്നെ അതിന്റെ പേരായിട്ട് നോക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേര് അറിയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോൾഡ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എ യൂണിറ്റ് ഓഫ് വെയിറ്റ്, WEIGHT, വെയിറ്റ്. Gram. ഗ്രാം. ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പൊ ഷൈജി ഉണ്ട്, ഫാത്തിമയുണ്ട്. ഞാനുണ്ട് സർ. ഓക്കെ ഓക്കെ. സരിയത പറഞ്ഞതില് ഷൈജി, ഫാത്തിമ. യെസ്. പിന്നെ സനീറ പറഞ്ഞതില് സനീറ നേരത്തെ വന്നതല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതായത് നമുക്കറിയാവുന്ന യൂണിറ്റ് ഓഫ് വെയിറ്റ്, അതിന്റെ അത് ജി വെച്ച് വരുമ്പോ ഗ്രാം എന്നൊക്കെ പറയും. ഓക്കെ. അടുത്തത് വളരെ സിമ്പിൾ ആണ്. എ കളർ ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഗ്രേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അലോന ഉണ്ട്, മസ്കിത്ത് ഉണ്ട്, റഹന ഉണ്ട്. റഹന നേരത്തെ വന്നിട്ടില്ലല്ലോ. റഹന അലോന വന്നിട്ടുണ്ട്, മസ്ജിദ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരിയാണ്. ഗ്രേ ആണ്. ഓക്കെ, നന്ദന കറക്റ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഗ്രേ എന്നുള്ളത് ഒന്നുകൂടി കളർ കൂട്ടിയാൽ അത് ബ്ലാക്ക് ആയി, ഗ്രേ എന്നുള്ളത് ഒന്നുകൂടി കളർ കുറച്ചാൽ അതെന്തായി? വൈറ്റ് ആയി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സൗമ്യാണ്, സൗമ്യ. ഓക്കെ ഓക്കെ സൗമ്യ. ഓക്കെ സൗമ്യ, ശരി. ഞാനേ ഇതിന്റെ അകത്ത് നോക്കിയിട്ടാണ്, ഇത് ബ്ലിങ്ക് ചെയ്യാൻ നോക്കിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞാൽ മതി, ഇത് ജസ്റ്റ് ഫോർ ഫൺ അത്രേ. യെസ്. ഓക്കെ, ഉറപ്പാദ്യം പറഞ്ഞതില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഐ വിൽ കൺസിഡർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An insect, INSECT, an insect with long legs, LEGS. Grasshopper. ഓക്കെ, സനീറ പറഞ്ഞു, അരുണ പറഞ്ഞു, അൽഫിയ പറഞ്ഞു, സുൽഫത്ത് പറഞ്ഞു. അപ്പോ ഇതൊക്കെ ഞാൻ കണ്ടു. അൽഫിയ, സനീറ, സുൽഫത്ത്, ഇനി ആരെങ്കിലും ഉണ്ടായിരുന്നോ? യെസ്. ഓക്കെ ഓക്കെ. ഞാൻ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ചോദ്യം മുഴുവനാക്കില്ല, അതിന് മുമ്പേ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. യു ആർ വെരി ഇന്റലിജന്റ് പിള്ളേരാണ് വളരെ. യെസ്. ഓക്കെ 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 ഓക്കെ. Then I come to the last question. A place where dead people, DEAD, dead people are buried. Brave. അപ്പൊ മസ്കിത്തും ഫാത്തിമയും കറക്റ്റ് ആണ്. ഗ്രേവ്, മസ്കിത്ത്, ഫാത്തിമ നേരത്തെ വന്നതല്ലേ? ഓക്കെ 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 ഓക്കെ. പിന്നെ പറഞ്ഞതിൽ ആരായിരുന്നു ആദ്യം പറഞ്ഞത്? അലോന. പറഞ്ഞില്ല സാറേ. ഇല്ല. വെരി ഗുഡ് വെരി. പറഞ്ഞതിൽ ആരാണെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ. നിയ അല്ലേ? പറഞ്ഞതിൽ ആദ്യം പറഞ്ഞത് നിയ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. സർ, ഒരു ക്വസ്റ്റ്യനില് ആൻസർ പറഞ്ഞ ഗ്രോ എന്നുള്ള ആൻസർ ഞാനും മസിഹത്തായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. പക്ഷെ സാർ വേറെ രണ്ടോട് വേറെ എഴുതിയ പറഞ്ഞത് ഫാത്തിമയും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ്. ടൈപ്പ് ചെയ്തത്. അതെ. ഫാത്തിമയും സൗമ്യയും. ഓക്കെ 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 ഓക്കെ. അതെ, മനഃപൂർവ്വം അത് ഞാൻ പറഞ്ഞത് നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം മാർക്ക് ഇടാനുള്ള കേസ്. ഞാൻ ചോദ്യം മാത്രം ചോദിച്ചാൽ അവിടെ കറക്റ്റ് ആവും. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രകടനം വളരെ മെച്ചമായിരുന്നു. അപ്പോ റഹാന ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ആദില ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, റഹാനക്ക് ഒരു പോയിന്റ് ഉണ്ട്, 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 2 സെഞ്ചുറി എഴുതിയിട്ടുണ്ട്. യെസ്. പിന്നെ ഷൈജി ഉണ്ടായിരുന്നത്, ഷൈജിക്കും ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, നിയാമിന് ലഭിച്ചിട്ടുണ്ട് 1 പോയിന്റ്. ഓക്കെ, അൽഫിയക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സനീറക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, അലോനക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സുൽഫത്തിന് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ലൈജുവിന് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഫാത്തിമക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സൗമ്യക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, മസ്ഹിത്തിന് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 1 പോയിന്റ് കർണാടകയിലൊക്കെ വ്യത്യാസം വരാല്ല, അത് പെട്ടെന്ന് വരുന്ന
സാങ്കേതിക തകരാറ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വാചകം കേൾക്കുന്നു, അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉൾപ്പെടുത്തിയത്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം വളരെ മനോഹരമായിരുന്നു എന്ന് പറയാതെ വയ്യ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഇനിയിപ്പോ സമയമായി സുഹൈന, 26 അടുത്ത ടീച്ചർ റെഡിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അത് കുഴപ്പമില്ല. ഓക്കെ, അടുത്ത വിഷയത്തിൽ നമുക്ക് വേറൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, ഇംഗ്ലീഷ് നമുക്ക് പറയാം. ഓക്കെ, അതൊന്നും പേടിക്കണ്ട. അപ്പൊ ഇനി നമ്മൾ അവസരങ്ങളെ വെറുതെ കളയുന്നില്ല. ഓരോ അവസരവും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഉപകാരപ്രദമാക്കുന്നു. അങ്ങനെ ഉപകാരപ്രദമാക്കി കഴിഞ്ഞാൽ അതെ, ഒരറിവും ചെറുതല്ല. നിങ്ങൾ അത് മാത്രം ഓർത്തിരുന്നാൽ മതി, ഒരറിവും ചെറുതല്ല. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരെ നമ്മൾ പറയാം, സാറേ ഒരറിവും ചെറുതല്ല എന്ന് പറയുമ്പോൾ സാറൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു സംഭവം പറയാം. കാരണം അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇനി പറയുമ്പോൾ ഞാനത് പറയാറുണ്ട്. ഒരറിവും ചെറുതല്ല. എങ്ങനെയാണ് നമുക്ക്, എവിടെയാണ് നമുക്കത് ഗുണകരമാകുന്നത് എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അപ്പൊ അതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. We will meet next week. Okay, bye. Thank you, sir. Okay, Thank you, sir. okay.